വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ ഓട വൃത്തിയാക്കുന്നതിനിടെ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് കമ്പം സ്വദേശികളാണ് മരിച്ചത്. വിഷവാതകം ശ്വസിച്ചായിരുന്നു മരണം. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണം ഇല്ലാത്തതാണ് അപകട കാരണമെന്നാണ് ആരോപണം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ റിപ്പോർട്ട് തേടി. അടുത്ത സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഇതിനകത്ത് സ്ലറി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5 അടി കൂടുതൽ സ്ലറി ഇല്ല. പക്ഷേ ഇതിനു മുൻപും ഇവിടെ വന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വർക്ക് നടന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഈ മാൻഹോളിൽ കൂടി ഇറങ്ങിയപ്പോൾ ഒരാൾ കമന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അയാളെ രക്ഷിക്കാനായിട്ടാണ് മറ്റുള്ള 2 പേരും ഇറങ്ങിയത്. അതിനകത്ത് ഏതാണ്ട് ഇതൊരു 15 അടി വ്യാസമുള്ള ഒരു ടാങ്കാണ്. അതിനകത്തൊരു 5 അടി മാത്രമേ സ്ലറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ പോയിസൻ്റെതായിരിക്കും. ഇറങ്ങിയവർ കമന്ന് വീഴുകയായിരുന്നു. ആദ്യം ഇറങ്ങിയ ആളെ രക്ഷിക്കാനായിട്ട് രണ്ടാമത് ഇറങ്ങിയ ആളെ നോക്കാനായിട്ട് 3ാമത് ആൾ ഇറങ്ങി. അങ്ങനെയാണ് ഇതിനകത്ത് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 3 പേരെയും കിട്ടിയിട്ടുണ്ടല്ലോ. നിലവിൽ 3 പേരെയും കിട്ടിയിട്ടുണ്ട്. കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിവരങ്ങളുമായി VK സ്റ്റാലിൻ ചേരുന്നുണ്ട്. സ്റ്റാലിൻ, ഈ അപകടം എങ്ങനെയായിരുന്നു ഉണ്ടാകുന്നത്? മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അനുശ്രീ, കഴിഞ്ഞ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കട്ടപ്പന പാറക്കടവിന് സമീപമുള്ള ഓറഞ്ച് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ ഒരു മാലിന്യ ടാങ്കിലേക്കാണ് അവരാദ്യം ഇറങ്ങുന്നത്. ഈ മാലിന്യ ടാങ്ക് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഓടയും, മുനിസിപ്പാലിറ്റിയുടെ ഓടയും കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഈ വളരെ പഴക്കമുള്ള ഈ ഓടയോട് ചേർന്ന് തന്നെയാണ് ഈ പറഞ്ഞ മാലിന്യ ടാങ്ക് ഉള്ളത്. ഇവർ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയാണ് ആദ്യം ഇറങ്ങുന്നത്. എന്നാൽ ഈ ടാങ്കും ഓടയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ആദ്യം ഒരാൾ ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങുകയും ഒപ്പം തന്നെ ആളെ മുകളിൽ അടുത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് ഇയാളെ കാണാൻ പറ്റാതെ വരികയും അപകടത്തിൽപ്പെട്ടതായിട്ട് സംശയം തോന്നുകയും ചെയ്തു. അത് തുടർന്ന് വീണ്ടും അടുത്തുണ്ടായിരുന്ന ആൾക്കാരും കൂടി ഇറങ്ങുകയാണ്. അങ്ങനെയാണ് 3 പേരും ഈ ഓടയിലേക്ക് ഇറങ്ങുകയായിരുന്നു. 3 പേരും തത്സമയം തന്നെ ഈ കുഴിയിലേക്ക് വീണ് അപകടമുണ്ടാവുകയാണ്. ഏതായാലും 1 മണിക്കൂറോളം ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. രക്ഷപ്പെടുത്തി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്കും ഒരാളെ താലൂക്ക് ആശുപത്രിയിലേക്കും മറ്റ് 2 പേരെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരുന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം തന്നെ മരിച്ചതായിട്ടാണ് നമുക്ക് പിന്നീട് ലഭിച്ച വിവരം. ഈ ഓടയില് മാലിന്യ ടാങ്കിലേക്കും ഒക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ വിഷവായു ശ്വസിച്ചാണ് ഇവർ മരിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തേക്ക് അന്നേരം നമുക്ക് ലഭിച്ച വിവരങ്ങൾ. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു മരണകാരണത്തെ കുറിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഇന്ന് ഏതായാലും പോസ്റ്റ്മോർട്ടം നടക്കും. എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സാധാരണഗതിയിൽ ഇത്തരം ടാങ്കുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കോ മാൻഹോളുകളിലേക്കോ ഇറങ്ങുമ്പോൾ അവിടെ പ്രത്യേകം ഓക്സിജൻ സൗകര്യങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ മുൻപ് നടന്നിട്ടുള്ളതും പലയിടത്തും ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ അത്തരം ക്രമീകരണങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് മരണം സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട് സ്വദേശികളാണ് മരിച്ച 3 പേരും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അനുശ്രീ, സ്റ്റാലിൻ, അതുപോലെ തന്നെ ആദ്യം ഒരാൾ ഇറങ്ങുന്നു, അദ്ദേഹം അപകടത്തിൽപ്പെട്ടു എന്നറിയുമ്പോൾ പുറകെ മറ്റു 2 പേരും ഇറങ്ങുന്നു. അപ്പോഴും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ ആദ്യം ഇറങ്ങിയ ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ള 2 പേരും ഇറങ്ങുന്നത്. അവര് ഈ ആളോടൊപ്പം തന്നെ മറ്റു 2 പേരും കൂടി ഇറങ്ങുകയായിരുന്നു. അപ്പം ഇയാൾക്ക് അപകടം സംഭവിച്ചു എന്നുള്ള ഒരു ബോധ്യമൊന്നും ആ സമയത്ത് ഈ പിന്നീട് ഇറങ്ങിയ ആളുകൾക്ക് ഉണ്ടായില്ല. ഇറങ്ങിയ ഓരോരുത്തർക്കും വീണ്ടും ഈ അപകടം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ എങ്കിലും അവിടെ ഒരു ക്രമീകരണങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ചും ഓക്സിജനോ അതുപോലെ തന്നെ പെട്ടെന്ന് രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാതെ സാധാരണഗതിയിൽ തന്നെ ഉള്ള ഒരു രീതിയിലാണ് അവിടെ അന്നേരം അവർ ഇറങ്ങി ഇത് ചെയ്തത്. സാധാരണ അവിടെ മുൻപും ഇവര് ഇത്തരത്തിലുള്ള ക്ലീനിങ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ളവരാണ്. മുൻപും ഇവിടെ ഇറങ്ങിയിട്ടുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുൻപരിചയമുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്കയും ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം ഇറങ്ങിയ ആള് അപകടത്തിൽപ്പെട്ടു. അത് മനസ്സിലാക്കാതെ വീണ്ടും കാണാതെ വന്നതോടെ വീണ്ടും അടുത്ത ആൾ ഇറങ്ങുമായിരുന്നു. അങ്ങനെയാണ് 2 പേര് കൂടി ഇറങ്ങി ഈ അപകടത്തിലേക്ക് ദാരുണമായി സംഭവത്തിലേക്ക് പോയത്. അനുസരി, ഈ മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടി റിപ്പോർട്ട് തേടിയ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കും?
തീർച്ചയായും ഈ ഹോട്ടൽ ഉടമയോട് എതിരെ ചിലപ്പം അത് നിയമപരമായിട്ട് നടപടികൾക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മന്ത്രി ഉൾപ്പെടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരോഗ്യ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ആളുകളും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള അന്വേഷണം തുടർന്ന് ഇന്നും ഉണ്ടാവും എന്നാണ് നമുക്ക് കരുതുന്നത്. ഇന്ന് ഇപ്പോൾ നിലവിൽ 3 പേരുടെയും മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുശ്രീ. ശരി, വി കെ സ്റ്റാലിനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഓടയിൽ കുടുങ്ങി മലയാളികൾ മരിച്ചു എന്നുള്ള ദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്.